Let my prayers come before you. Incline your ear to my cry. Book of Psalms, chapter 88, verse 2. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. സങ്കീർത്തനങ്ങൾ 88 അധ്യായം 2 തിരുവചനം. സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയ്ക്ക് വിവിധ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അത്യാവശ്യം പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. സ്വർഗത്തിലേക്കുള്ള എത്തിനോട്ടമാണ്, നമ്മുടെ ഹൃദയവികാരങ്ങൾ പകരുന്നതാണ്. യാചനാ പ്രാർത്ഥനകളുണ്ട്, അപേക്ഷകളുണ്ട്, നന്ദി പ്രാർത്ഥനകളൊക്കെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളുണ്ട്. ഈശോയുടെ പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയും നമ്മൾ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു ബലമുണ്ട്, അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. ഏത് പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ഒരു ശക്തിയുണ്ട്. പലപ്പോഴും പ്രാർത്ഥന പോലും വേണ്ടാന്ന് വെക്കുന്ന ചില മക്കളുണ്ട്. പലപ്പോഴും ദുഃഖദുരിതങ്ങളൊക്കെ ആയിരിക്കുന്ന മക്കളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ വിഷമവും ടെൻഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ചോദിക്കും, പ്രാർത്ഥിക്കാറുണ്ടോ? അതൊക്കെ അമ്മ പഠിപ്പിച്ച, അല്ലെങ്കിൽ അത്രയും നാൾ ടിയാറ്റിസം വരെയുള്ള പ്രാർത്ഥനകളൊക്കെ പല മക്കൾക്കും ഉള്ളൂ. അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ ഉള്ളൂ. പിന്നെ പ്രാർത്ഥനയില്ല, കുരിശ് വരെയില്ല, ഒന്നുമില്ലാതെ പോകുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, ബലമുണ്ട്. നമ്മൾ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും മക്കൾ അനുഷ്ഠിക്കേണ്ടതുമായ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഈ പ്രാർത്ഥന ഉയർത്തുവാനാണ് ഞാൻ ഇന്നത്തെ ഈ വചനം എന്ന് എടുത്തത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ശക്തിയുണ്ട് എന്ന് തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാകട്ടെ, വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരുപക്ഷെ വിശുദ്ധ ബലിയാകാം, ഒരുപക്ഷെ ജപമാലയാകാം, മറ്റേതെങ്കിലും പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. അതിൻ്റെതായ ഒരു അഭിഷേകമുണ്ട്, അതിൻ്റെതായ കൃപയുണ്ട്. പല മക്കളും ഡിപ്രഷനിലേക്ക് പോകുന്നതും വിഷമസന്ധിയിലാകുന്നതും സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ പോകുന്ന പല മക്കളെയും ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പല മക്കൾക്കും പ്രാർത്ഥനയുടെ കുറവാണ് ആദ്യത്തെ കുറവ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെ തന്നെ മുറുകെ പിടിക്കാം. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ വചനം എടുത്തത്. ഈ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ, അന്വർത്ഥമാകട്ടെ. നമ്മുടെ നിലവിളിയും പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകളെല്ലാം അവിടുന്ന് ശ്രവിക്കുമെന്നും അവിടുന്ന് അനുഗ്രഹിക്കുന്നു ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുന്നു. പ്രത്യേകിച്ച് ഡിപ്രഷൻ അനുഭവിക്കുന്ന മക്കൾ, സൂയിസൈഡ് ടെൻഡൻസി അനുഭവിക്കുന്ന മക്കൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടും അത് നടക്കാതെ പോയിരിക്കുന്ന മക്കൾ, നിരാശയിലായിരിക്കുന്ന മക്കൾ, പല രോഗത്തിൻ്റെ വിഷമസ്ഥിതിയിലുള്ള മക്കൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ നാമവും പാടിടും, യേശു മാത്രം കർത്താവിന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിന്.